കുളക്കട ഉപജില്ലാ കലോത്സവത്തിൻ്റെ ഭാഗമായുള്ള ഫുഡ് കമ്മിറ്റിയിലാണ് നമ്മളുള്ളത്. ഈ വർഷം നമ്മൾ ഫുഡ് കമ്മിറ്റിയാണ് എടുത്ത് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ കലോത്സവത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കമ്മിറ്റികളുള്ളതിൽ ഒന്നാണ് ഫുഡ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫുഡ് കമ്മിറ്റിയുടെ സംബന്ധമായിട്ട് NTUവിന് ദേശീയ അധ്യാപക പരിഷത്തിന് ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ആ അവസരത്തെ നമ്മൾ പരമാവധി എല്ലാ രീതിയിലും ഗുണകരമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. തനി നാടൻ വിഭവങ്ങൾ നമ്മുടെ കലയപുരത്തുള്ള 40 വർഷമായി പാചക മേഖലയിലുള്ള ശ്രീ ഭാസ്കരൻപിള്ള ചേട്ടനും അദ്ദേഹത്തിൻ്റെ മകൻ കലയപുരം സുനിലും ചേർന്നിട്ടാണ് ഈ കലോത്സവത്തിൽ എത്തുന്ന എല്ലാവർക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ അഭിമാനകരമായ കാര്യമാണ് ദേശീയ അധ്യാപക പരിഷത്തിനെ സംബന്ധിച്ചിട്ടുള്ളത്. കാരണം മുൻ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി 4 ദിവസവും ഭക്ഷണം കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഈ വർഷം ഉള്ളത്. കാരണം മുൻ വർഷങ്ങളിൽ ആദ്യത്തെ ദിവസം രചനാ മത്സരങ്ങൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇന്ന് ഈ പ്രാവശ്യം 2000-ഓളം കുട്ടികൾ ഒന്നാമത്തെ ദിവസം മത്സരിക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ എണ്ണവും രക്ഷകർത്താക്കളും അധ്യാപകരും എല്ലാം ചേർന്നിട്ട് ഏകദേശം 3000-3500 പേർക്കോളമാണ് നമ്മൾ ഭക്ഷണം ആദ്യത്തെ ദിവസം വിതരണം ചെയ്തത്. എല്ലാ ദിവസവും പായസം കൂട്ടിയാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അതൊക്കെ ഈ കലോത്സവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംവിധാനമായി മാറുന്നു. ഈ കാര്യത്തിന് വേണ്ടി സഹകരിക്കാൻ വേണ്ടി നമ്മുടെ ചുറ്റുപാടും ഉള്ള പ്രദേശങ്ങളിലെ വിഭിന്നങ്ങളായിട്ടുള്ള ഇപ്പോൾ പെരുങ്കുളം, കുളക്കട, താഴത്ത് കുളക്കട, പുത്തൂര് പിന്നെ മേഖലകളിലുള്ള പൂവറ്റൂര് മേഖലകളിലുള്ള ധാരാളം ചെറുപ്പക്കാർ നമ്മളോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ സബ് ജില്ലയിലെ പ്രധാനപ്പെട്ട NTUവിൻ്റെ ദേശീയ അധ്യാപക പരിഷത്തിൻ്റെ എല്ലാ അംഗങ്ങളും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പൊതുസമൂഹത്തിൻ്റെ വളരെയധികം സപ്പോർട്ടും പിന്തുണയും ഈ കാര്യത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം സ്മരിച്ചുകൊള്ളുന്നു. ഇനിയുള്ള ഇന്നും നാളെയും കൂടി ഭക്ഷണം വളരെ മികച്ച രീതിയിൽ നൽകിക്കൊണ്ട് ഈ കാര്യത്തെ പര്യവസാനിപ്പിക്കണമെന്നാണ് ചിന്തിക്കുന്നത്. ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന എല്ലാവരും ഈ ഭക്ഷണത്തെക്കുറിച്ചും ഇവിടുത്തെ സംവിധാനങ്ങളെക്കുറിച്ചിട്ടും നല്ല ഒരു അഭിപ്രായമാണ് പറയുന്നത്. അതെല്ലാം ദേശീയ അധ്യാപക പരിഷത്തിനെ സംബന്ധിച്ചിട്ട് വളരെ നമുക്ക് ശ്ലാഘനീയമായി തോന്നുന്നു. വളരെ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ ഭക്ഷണ കാര്യങ്ങൾ വളരെ എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം ഈ 4 ദിവസവും വളരെ ഗംഭീരമായ പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിച്ച് രുചികരമായ ആഹാരമാണ് ഉണ്ടാക്കുന്നത്. 4 കൂട്ടം തൊടുകറികളും 3 കൂട്ടം ഒഴിച്ചുകറികളും ഉൾപ്പെടെ പായസവും ഉൾപ്പെടെ ഓരോ ദിവസവും ഓരോ തരം പായസങ്ങളാണ് നൽകുന്നത്. അതിൻ്റെ മറ്റു പ്രത്യേകത ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ് ഒരു തരത്തിലും ക്യൂ നിൽക്കാത്ത രീതിയിൽ ആണ് ഫുഡ് കൊടുക്കുന്നത്. അതും വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും വളരെ സന്തോഷമാരാണ് ഫുഡിൻ്റെ കാര്യത്തിൽ. കുളക്കട ഉപജില്ലയിൽ ദേശീയ അധ്യാപക പരിഷത്ത് 18 മുതൽ 21 വരെയുള്ള തീയതികളിൽ നടക്കുന്ന ഈ കലോത്സവത്തിന് ഭക്ഷണ കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ 4 ദിവസവും പൂർണ്ണമായി കൂപ്പണുകൾ പോലും നൽകാതെ തന്നെ എല്ലാവർക്കും സമൃദ്ധമായ രീതിയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഉൾപ്പെടെയുള്ളവർക്ക് സമൃദ്ധമായി ആഹാരം നൽകുക എന്നുള്ള അല്ലെങ്കിൽ ഭക്ഷണം നൽകുക എന്നുള്ള ഒരു ദൗത്യമാണ് ദേശീയ അധ്യാപക പരിഷത്ത് ജില്ലയിൽ ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ ജില്ലയിൽ കുളക്കട ഉപജില്ലാ കമ്മിറ്റിയാണ് പ്രോഗ്രാം കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നത്. അങ്ങനെ തുടർച്ചയായി ഒരു കലോത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട 2 കമ്മിറ്റികളെന്ന രീതിയിൽ പ്രോഗ്രാം കമ്മിറ്റിയും ഭക്ഷണ കമ്മിറ്റിയും തുടർച്ചയായി ഏറ്റെടുത്തുകൊണ്ട് സംഘടനാ രംഗത്ത് ഏറ്റവും മികവാർന്ന രീതിയിൽ കുളക്കട ഉപജില്ലയിൽ ദേശീയ അധ്യാപക പരിഷത്ത് അതിൻ്റെ പ്രഭാവം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് പൊതുപ്രവർത്തകനായ ശ്രീ കുളക്കട വേണുവും അതിൻ്റെ കൺവീനറായിട്ട് പാണ്ടിത്തിട്ട ഗവൺമെൻറ് LPSലെ ശ്രീമതി ലത ടീച്ചറുമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. പൊതുവായി ഇതിനെല്ലാം നേതൃത്വം നൽകിക്കൊണ്ട് ഈ കുളക്കട ഉപജില്ലയിൽ സംഘടനയുടെ പ്രഭാവത്തെ മുന്നോട്ട് നയിക്കുന്നത് ദേശീയ അധ്യാപക പരിഷത്തിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ PS ശ്രീജിത്താണ്. എന്നോടൊപ്പം ഉള്ളത് ദേശീയ അധ്യാപക പരിഷത്തിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ ശ്രീ AL കുമാർ സാറും ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുനീഷ് സാറുമാണ്. തീർച്ചയായും വളരെ ഒരു നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും സമൃദ്ധമായ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്ത് അവരെ കലോത്സവത്തിൻ്റെ ഒരു പ്രധാനം തന്നെ ഭക്ഷണം മെച്ചമാണെങ്കിൽ ആ കലോത്സവം വിജയിച്ചു എന്നുള്ളതാണ്. കലാപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവരെ പട്ടിണിക്കിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഉത്സവത്തിന് ചേർന്ന പ്രതീതിയല്ല. അതുകൊണ്ട് തന്നെ സമൃദ്ധമായ രുചികരമായ രീതിയിലുള്ള ഭക്ഷണം എങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും അറിയാം, ഉപജില്ലകളിൽ നടക്കുമ്പോൾ ഈ ഭക്ഷണ കമ്മിറ്റിയൊക്കെ ഫണ്ടുകൾ വളരെ കുറവാണ്. ജില്ലയും സംസ്ഥാനത്തും പോലെയല്ല. പക്ഷെ അവിടെയൊക്കെ നമ്മളൊരു പൊതു സമൂഹത്തിൻ്റെയും കൂടി പിന്തുണ ഏറ്റെടുത്തുകൊണ്ട് അവരെയും കൂടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ്
ഇത്തരമൊരു രീതിയിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. തീർച്ചയായും മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ സഹകരണങ്ങൾ, പിന്തുണകൾ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും എല്ലാവരുടെയുമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാകണമെന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷമാണ് ദേശീയ അധ്യാപക പരിഷത്ത് ഫുഡ് കമ്മിറ്റി ഏറ്റെടുക്കുന്നത്. 2012 പട്ടാഴി ഹൈസ്കൂളിൽ വെച്ച് കലാമേള നടന്നപ്പോഴാണ് ആദ്യമായിട്ട് ഫുഡ് കമ്മിറ്റി NDO ഏറ്റെടുത്തത്. അതിനുശേഷം ഇപ്പോഴാണ് എല്ലാ വർഷവും ഏറ്റെടുക്കുന്ന കമ്മിറ്റികളെ ഏറ്റവും മനോഹരമായി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നടത്താനായിട്ട് അധ്യാപക പരിഷത്തിന് കഴിയുന്നുണ്ട്. എല്ലാ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം 4 ദിവസം, എല്ലാ വർഷവും 3 ദിവസമേ ഫുഡ് കാണത്തുള്ളൂ, 4 ദിവസവും ഫുഡ് കൊടുക്കാൻ കഴിഞ്ഞു. അതും വ്യത്യസ്തതയുള്ള ഐറ്റങ്ങൾ, 4 ദിവസവും 4 തരം പായസങ്ങൾ ഇവിടെ നിന്നൊക്കെ ശേഖരിച്ച നാടൻ പച്ചക്കറി സാധനങ്ങൾ ഉപയോഗിച്ചാണ് അതിനുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയേക്കുന്നത്. അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങളുണ്ടായിരുന്നു. ഇവിടെ ന്യൂൺ മീൽ ഓഫീസർ, AEO അവരുടെയൊക്കെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടും സഹകരണവും അതുപോലെ ഭക്ഷണത്തിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നല്ല രീതിയിലാണ്. കുട്ടികൾ ക്യൂ നിൽക്കേണ്ട ആവശ്യമേ വരുന്നില്ല. നേരത്തെയൊക്കെ ഞങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് വരുമ്പോഴേ ഇവിടെ മണിക്കൂറുകളോളം ക്യൂ നിന്ന് വെയിലത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ രീതിയൊന്നുമില്ലാതെ കൃത്യസമയത്ത് എല്ലാവർക്കും 4 മണി വരെയും അതിനുശേഷവും ഭക്ഷണം കരുതുന്നുണ്ട്, അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്.